വൈകിട്ട് ബിസ്മി വിളിച്ചിട്ട് അവളെ വിളിക്കാൻ ചെല്ലുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെടി എനിക്കൊന്ന് കുളിക്കണം, കുളിച്ചിട്ട് ഞാൻ വരാമെന്ന്. അന്നേരം അവൾ പറഞ്ഞെടി നീ ഇനി കുളിക്കാൻ നിന്നാൽ 1 മണിക്കൂറെങ്കിലും ആവും, നീ ഒന്ന് വരാൻ നോക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു കോലത്തിൽ തന്നെ പോവാം, അവളെ റിയാക്ഷൻ നോക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, ഒരുങ്ങിയതും ഇല്ല, ലിപ്സ്റ്റിക്ക് പോലും ഇട്ടില്ല. ഞാൻ ഈ ഒരു കോലത്തിലാണ് പോയത്. പോയപ്പോഴത്തേക്കും എൻ്റെ തുണിയും മണിയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. അവിടെ പോയിട്ട് കുളിക്കാമെന്നും പറഞ്ഞു, അവളെ വീട്ടിൽ പോയിട്ട്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞാൻ ഒരു പഴം എടുത്ത് കഴിച്ചു. എനിക്ക് ഈ രസകദളി പഴം ഭയങ്കര ഇഷ്ടമാണ്. പോയ വഴിക്കാണെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു റെയിൻ റൈഡിന് പോകാൻ റെഡി ആണെങ്കിൽ ഇറങ്ങി നിന്നോളാം, കാരണം എങ്ങാനും മഴ പെയ്ത റെയിൻ കോട്ടില്ല. ഡ്രസ്സും കൊണ്ടാണോ ടവല്, സോപ്പ്, ഇതൊക്കെ എന്തുവാ ഇത്? 1 വർഷത്തേക്കുള്ള ഉണ്ടല്ലോ. എൻ്റെ കോലം കണ്ട് അവൾ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല. അവൾ പറഞ്ഞ് കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന്. പിന്നെ ഈ സാധനങ്ങളൊക്കെ കണ്ട് അവളൊന്നും ഞെട്ടിയായിരുന്നു, കാരണം ഞാൻ അവിടെ നിന്ന് കുളിക്കാൻ കണക്കിനാണ് വന്നത്. പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ വീട്ടിൽ മീൻസ് റൂമിൽ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി ഓൾറെഡി പെയിൻറ്റ് മേടിച്ച വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പം പെയിൻറ്റ് അടിക്കുന്നതിന് മുന്നേ കുറച്ച് പുട്ടി അടിക്കാനുണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ ഇട്ട് ഒരേ ഡാൻസും ബേളവും അതിൻ്റെ ഇടയിൽ ജോലിയും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കണ ഈ മുഖം മൂടി ഇങ്ങനെ വെച്ചിട്ട് 2 ബംഗാളികളെ കണക്ക് കിടന്ന് പണിയെടുക്കുകയായിരുന്നു. പിന്നെ ഇത് നമ്മളവിടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അവൾക്ക് 10ാം ക്ലാസ്സിൽ വെച്ച് എഴുതി കൊടുത്ത ഒരു ഓട്ടോഗ്രാഫും തൂക്കി പിടിച്ചുകൊണ്ട് അവൾ നിൽക്കണതാണ്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിച്ച് വയ്യായിരുന്നു. ഞാനാണെങ്കിൽ അതിലൊരു ഡയലോഗൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്തോന്ന് ചില്ലി പൊട്ടിക്കാൻ കല്ല് മതി എന്നൊക്കെ പറഞ്ഞ് എന്തോ പണ്ടത്തെ കുറേ ഡയലോഗൊക്കെ ഉണ്ടല്ലോ. പോരാത്തതിന് ഞാനത് എഴുതിയ ഡേറ്റ്, അതായത് 7/2/2019 ഡേറ്റും പിന്നെ സമയം വരെ ഞാൻ എഴുതിയിട്ടുണ്ട്, 1:31. പിന്നെ എൻ്റെ അംബീഷൻ്റെ അവിടെ ഞാൻ ഡാൻസർ എന്നാണ് കേട്ടോ എഴുതിയിരുന്നത്. പക്ഷേ എൻ്റെ കുറേ ലൈഫ് സിറ്റുവേഷൻസ് കാരണം എനിക്ക് ഡാൻസ് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളിതാ പുട്ടി കുഴച്ചിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുട്ടിയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ പുട്ടി അടിച്ച്. ഇത് എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കില്ല, നമുക്ക് രണ്ടുപേർക്കും വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ ബിസ്മിയുടെ ഫേവറേറ്റ് ആണ് പെപ്സി. അങ്ങനെ അവൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുടിക്കാൻ മേടിച്ചതാണ്. ഞാൻ പിന്നെ അതിനിടയ്ക്ക് പോയി ഇതാ കുളിച്ചിട്ട് വന്ന് ഞാൻ അവളൊരു ടീഷർട്ട് എടുത്തിട്ടായിരുന്നു. പക്ഷേ എനിക്കിത് തിരിച്ചിട്ട പോലെ തോന്നി, അതായത് കഴുത്ത് ഭയങ്കരമായിട്ട് കയറിയിരിക്കണം. എനിക്കിങ്ങനെ കഴുത്ത് ഇത്രയും കയറിയ ഡ്രസ്സൊന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ വേറൊരു ടീഷർട്ട് മേടിച്ചിട്ട് പിന്നെ ഞാൻ മഞ്ഞക്കിളിയായി. അടുത്ത പരിപാടി ഇനി ഫുഡ് കഴിക്കണതാണ്. അപ്പം ബിസ്മിർ വാപ്പയാണെങ്കിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ, മറ്റേ വിഴിഞ്ഞം കാന്താരി ചിക്കൻ. അങ്ങനെ അതിൻ്റെ ചിക്കൻ്റെ പൊടി എടുത്ത് തിന്നിട്ട് ബിസ്മി ഓൾറെഡി തലയും കുത്തിയൊക്കെ നിൽക്കുന്നുണ്ട് എരിവെന്നും പറഞ്ഞ്. ആ എരിവ് അവൾ എരിഞ്ഞ് കിടക്കണ കണ്ടിട്ട് ഞാനും എടുത്ത് തിന്ന്. അങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്ന് വെള്ളം വന്ന് കൈ വരെ നീറായിരുന്നു. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.